Hi everyone, welcome all. In this video, we are going to discuss a lemma from the paper Algebraic Number Theory relating with the concepts of free abelian groups. And the lemma states that let G be a free abelian group of rank n with basis x1, x2, etc. xn, and suppose Aij is an n by n matrix with integer entries, then the elements yi equal to summation j aij xj form a basis of G if and only if aij is unimodular. The given lemma states that if we are given a free abelian group of rank n and let aij is an n by n matrix with integer entries, if we consider the combination yi is equal to summation j aij xj, then the set of all y1, y2, etc. yn will form a basis of G if and only if the matrix aij is unimodular. Before going to proving the theorem, we can just introduce the definitions of free abelian group of rank n and when we say a matrix is unimodular. By a free abelian groups means an abelian group with a basis of n elements is called a free abelian group of rank n. ഒരു ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് റാങ്ക് n എന്ന് പറഞ്ഞാൽ ആ ഗിവൺ ഗ്രൂപ്പിന് ഒരു അബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, ആ അബിലിയൻ ഗ്രൂപ്പിന് ഒരു z ബേസിസ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ക്യാൻ ഫൈൻഡ് a set of n elements. Each of the elements of the given group can be written as a integer linear combination of the elements y1, y2, etc. yn. ഒരു ഗ്രൂപ്പ്, ഒരു അബിലിയൻ ഗ്രൂപ്പ്, ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് റാങ്ക് n ആണെന്ന് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിനെ നമുക്ക് ഇന്റിജർ ലീനിയർ കോമ്പിനേഷൻസ്, ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിലെ കോഎഫിഷ്യൻസ് ഇന്റിജർ ആകുന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലൊരു സെറ്റ്, ഒരു n എലമെന്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെയാണ്, അത്തരം എബിലിയൻ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഫ്രീ എബിലിയൻ ഗ്രൂപ്പ് ഓഫ് റാങ്ക് n എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് z മൊഡ്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ എ ഫ്രീ അബിലിയൻ ഗ്രൂപ്പ്സ് മീൻസ് an abelian group with a basis, especially a z basis of n elements, is called a free abelian group of rank n. And a unimodular matrix means a square matrix over Z with a determinant of A is equal to plus or minus 1 is said to be unimodular. If A is a square matrix over Z with the det of A is equal to plus or minus 1, then we say that det of A is equal to plus or minus 1, then we say that the given matrix is unimodular. Okay, now we can prove the theorem. നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഒരു ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് റാങ്ക് n ആണ്. എന്താണ് ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനൊരു ബേസിസ് തന്നിട്ടുണ്ട് x1, x2, etc. xn. ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരു z ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. Suppose aij is an n by n matrix with integer entries, then the elements yi is equal to summation j aij xj. yi എന്നുള്ളത് ജിയിലുള്ള എലമെന്റ് ആണ്. y1, y2, etc. yn ഒക്കെ ജിയിലെ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ജി ഫ്രീ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് റാങ്ക് n ആണ്. അതിനൊരു z ബേസിസ് ഉണ്ടാവും. ആ z ബേസിസ് ഗിവൺ ആയിട്ടുള്ളത് x1, x2, etc. xn ആണ്. അത് പ്രകാരം നമുക്ക് ജിയിൽ ഏതൊരു എലമെന്റ് തന്നാലും x1, x2, etc. xn ന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Therefore, if yi, consider yi as an element of G, therefore yi can be expressed as a integer
linear combination of the elements x1 x2 etc xn xjകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിലെ ഈ aij എന്നുള്ളത് ഇന്റിജേഴ്സ് ആയിരിക്കും. therefore നമുക്ക് ഇതിന് ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് aij എന്നുള്ള ഒരു മാട്രിക്സ് കിട്ടും. ഇന്റിജർ എൻട്രീസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത y1 y2 എക്സെട്ര yn എന്നുള്ള എലമെന്റ്സ് ജിന്റെ ഒരു z ബേസിസ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇന്റിജർ എൻട്രീസ് മാത്രമായ പോരാ, aijയിലുള്ള ഇന്റിജർ എൻട്രീസ് മാത്രമായ പോരാ, aij എന്തും കൂടി ആയിരിക്കണം, യൂണി മോഡുലാറും കൂടി ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് പാർട്ടും കോൺവേഴ്സ് പാർട്ടും. കൾ ബേസിസ് ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണി മോഡുലർ ആണ്, ദാറ്റ് മീൻസ് ഡിറ്റോ ഓഫ് aij പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ aij യൂണി മോഡുലർ ആണെങ്കിൽ കൾ ഒരു ബേസിസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാനിങ് സെറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതിലെ എലമെന്റ്സ് കോഎഫിഷ്യൻസ് ഇന്റിജർ കോഎഫിഷ്യൻസ് ആവുന്ന രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. സോ നമുക്ക് ഡയറക്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. ഫോർ പ്രൂവിംഗ് ദി ഡയറക്റ്റ് പാർട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ വി അസ്യൂം ദാറ്റ് y1 y2 etc yn be the basis with the integer entries bij such that xj is equal to summation k bjk yk. നമ്മൾ സപ്പോസ് ചെയ്യാണ് ഒരു ബേസിസ് ആണ് y1 y2 etc yn എന്നുള്ളത് ഒരു ബേസിസ് ആണെന്ന് ട്രീറ്റ് ചെയ്യാം. if we consider y1 x2 etc yn as a basis of g, that means a z basis of g, and we are given that x1 x2 etc xn is a basis of g. If we assume y1 y2 etc yn is a basis of g, and if we consider x1 x2 etc xn as the elements of the free abelian group g, then each of the elements can be written as a integer linear combination of the elements y1 y2 etc yn, since yn etc y1 y2 etc yn is a basis for g by assumption. So by assumption we are assumed that y1 y2 etc yn is a z basis for the free abelian group g. Therefore if we consider the elements x1 x2 etc xn as an elements of g, then each of these elements can be written as a linear integer linear combinations of the elements y1 y2 etc yn. Therefore each xj can be expressed as summation k bjk yk. And by our assumption we have yi is equal to summation j aij xj. We are given that yi is equal to summation j aij xj, and this can be written as summation over j aij. Xj can be replaced by summation k bjk yk, since by 1 we have xj is equal to summation over k bjk yk. So by 1 xj can be replaced by summation over k bjk yk. If we taking the sum outside and if we interchanging the sum, this sum can be expressed as summation over k, summation over j, and the remaining terms are aij bjk, aij bjk yk. Therefore from this we can take the sum outside, and if we interchanging the sums we will get yi is equal to summation over k, summation over j aij bjk yk. So നമ്മൾ ബേസിസിന്റെ ഡെഫിനിഷനും ഇന്റർചേഞ്ചിങ് ഓഫ് സം ഉപയോഗിച്ചിട്ട് നമുക്ക് 2 എന്നുള്ള റിലേഷൻ കിട്ടി, which is given by yi is equal to summation over k, summation over j aij bjk yk. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിലേഷൻ yi is equal to summation over k, summation over j aij bjk yk. ഇതിൽ നമ്മൾ ഇയാളൊന്ന് പെയർ ചെയ്യണമെന്ന് കരുതാം. സമ്മേഷൻ ഓവർ ജെ, സമ്മേഷൻ ഓവർ aij bjk നെ നമ്മൾ ഒന്ന് പെയർ ചെയ്താൽ നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്.
have Aij and Bij are two matrices. നമ്മളെ കയ്യിൽ ഉള്ള matrices ആണ് Aijകളും Bijകളും. ഇതിന് നമ്മളൊന്ന് എൻട്രീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ Aijകളെ നമുക്ക് A11, A12, etc. A1n, A21, A22, etc. A2n, etc. AN1, AN2, etc. ANN ഇതാ. And the matrix B can be written as B11, B12, etc. B1n, B21, B22, etc. B2n, etc. Bn1, Bn2, etc. Bnn. നമ്മുടെ കയ്യിലുള്ള രണ്ട് മാട്രിക്സസ് ആണ്, ഒന്ന് എയും മറ്റൊന്ന് ബിയും. ആ രണ്ട് മാട്രിക്സസിനെയും നമ്മൾ n/n ഫോമാറ്റിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി. And if we multiplying these two matrices, we will have the first row, first element, let it be some C11. C11 ആയിട്ട് ആരെ വരിക? A11, C11 is given by A11, B11 plus A12, B21 plus A13, B31 plus etc. plus A1n, Bn1. C12 ആയിട്ട് ആരെ വരിക? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ C12 ഈക്വൽ ടു A11 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം B12 plus A12, B22 plus etc. plus first row last element A1n, second column last element Bn2. Okay, and if we multiplying the ith row and the jth column, we will have C A J1, C AI1, C J2. ആ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു മാട്രിക്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. സോ അതിൽ ഈ ഒരു മാട്രിക്സിന് നമ്മൾ സി എന്നുള്ള ഒരു മാട്രിക്സിന് ഈക്വൽ ആണെന്ന് പറയാം. നമ്മൾ ഇതിൽ ജെ എന്നുള്ളത് 1 ആയിട്ട് ചൂസ് ചെയ്യാം. സോറി, ഇഫ് വി ചൂസ് I is equal to 1 and K equal to 1. ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ഈ എക്സ്പാൻഷനിൽ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഈ ഒരു സമ്മേഷനിൽ നമുക്ക് I 1 ആയിട്ടും K 1 ആയിട്ടും ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? സമ്മേഷൻ ഓവർ ജെ, ജെനെ n വരെ വേരി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ I1, K is also 1 and J is varying from 1 to n. Therefore 1 1 1 1 വരും. J 1 ആകുന്ന സമയത്ത് 1 1 1 1, A11, B11. ഇനി J 2 ആകുന്ന സമയത്ത് A12, B2K. സോറി, A12, B21, A12, B21. ഇനി J n ആകുന്ന സമയത്ത് A1n, Bn1, A1n, Bn1. That is, if we choosing I is equal to 1 and K is equal to 1, we will have C11. ഫസ്റ്റ് എൻട്രി നമുക്ക് കിട്ടും. ഇനി I is equal to 1 ഉം K equal to 2 ഉം ചൂസ് ചെയ്യുന്ന സമയത്ത്, if we choose I equal to 1 and K equal to 2, then we will have I 1 ആണ്, K 2 ആണ്. J നമ്മൾ വേരി ചെയ്യുന്ന സമയത്ത് 1 1 1 2, 1 1 1 2, A11, B12. അടുത്ത ടേം I 1 ആണ്, 1 2 B22, A12, B22. J n ആകുന്ന സമയത്ത് A1n, Bn2, A1n, Bn2. Therefore, if we choosing I is equal to 1 and K equal to 2, we will have C12. Therefore, in general,
this product summation j aij bjk can be expressed as the elements of the product a into b. എ ബി എന്നുള്ള മാട്രിക്സിന്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റ്സ് ആണ്. അതിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ള രൂപത്തിൽ എ ബി എന്നുള്ള മാട്രിക്സിന്റെ പ്രൊഡക്റ്റിലെ എലമെന്റ്സ് ആണ് ഈ എലമെന്റ്സ് വരുന്നത്, വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി മാട്രിക്സ് എ ആൻഡ് ബി വിച്ച് ഈസ് ഗിവൺ ബൈ എ ബി. അയാളെ നമ്മൾ സം സി എന്ന് എഴുതുകയാണെങ്കിൽ ആ സീനെ നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാം? സി ഐ കെ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. സി ഐ കെ ദ ith റോ kth entry of the matrix C. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എ ബി എന്നുള്ള മാട്രിക്സിന്റെ പ്രൊഡക്റ്റ് എൻട്രീസ് ആണ് ഇത് വരുന്നത്, ഈ ഒരു ബ്രാക്കറ്റിൽ വരുന്നത് എന്ന് പറയാം. അയാളെ നമ്മൾ സി എന്നുള്ള മാട്രിക്സ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്താൽ എ ബി എന്നുള്ള മാട്രിക്സിനെ നമ്മൾ സി ഐ കെ എന്നുള്ള മാട്രിക്സ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Therefore, this can be represented by some C I K. That means if we consider AB as CIK, then the equation yi is equal to summation over k a summation over k summation over j aij bjk into yk. ഈ ഒരു ടേമിനെയാണ് നമ്മൾ a into b എന്ന് വിളിച്ചത്. ആ എ ബി എന്ന് പറഞ്ഞ സമ്മേഷൻ j aij bjk ഈക്വൽ ആണ്. അതിനെ നമ്മൾ സി എന്നുള്ള ഒരു മാട്രിക്സ് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്ത സമയത്ത് സിയുടെ എൻട്രീസ് ആയിട്ട് നമുക്ക് കിട്ടിയത് സി ഐ കെ ആണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സി ഐ കെ ആണ് ജനറൽ എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ സി ഐ കെ എന്ന് റീപ്ലേസ് ചെയ്താൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ വൈ ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ, ഈ ഭാഗത്തിന് സി ഐ കെ എന്ന് റീപ്ലേസ് ചെയ്താൽ നമുക്ക് വൈ ഐനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സമ്മേഷൻ ഓവർ കെ സി ഐ കെ വൈ കെ എന്ന് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് വിൽ എംപ്ലൈസ് yi is equal to, നമ്മൾ ഈ ഒരു സമ്മേഷൻ റൺ ചെയ്യുന്ന സമയത്ത് വൈ കെയിലാണ് കെ വേരി ചെയ്യുന്നുണ്ട്. അയാൾ വൈ ഐ ആണ് നമുക്ക് കിട്ടേണ്ടത്. വൈ ഐ കിട്ടണമെങ്കിൽ കെ ഐ ആകുന്ന സമയത്ത് സി ഐ ഐ എന്നുള്ള കോഎഫിഷ്യന്റ് വരും. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ സി ഐ വൺ വൈ വൺ പ്ലസ് സി ഐ ടു വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് സി ഐ എൻ വൈ എൻ എഴുതാം. ഇത് വൈ ഐന് ഈക്വൽ ആവണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോഎഫിഷ്യന്റും വൈ ഐൻ്റെതല്ലാത്ത എല്ലാ കോഎഫിഷ്യന്റും 0 ആയാൽ മതി. വൈ ഐയുടെ കോഎഫിഷ്യന്റ് എന്താ വരിക? വൈ ഐ കിട്ടണമെങ്കിൽ കെ ഐ ആവണം. കെ ഐ ആവണം എന്ന് പറഞ്ഞാൽ സി ഐ ഐ. Therefore, from this we can state as സി ഐ ഐ equal to 1 and സി ഐ കെ equal to 0 for I not equal to k. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് സി ഐ ഐ 1 ആണെന്നും കെ നോട്ട് ഈക്വൽ ടു ഐ ആകുന്ന സമയത്ത് സി ഐ കെ 0 ആണെന്നും കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താ? നമ്മള് മാട്രിക്സ് സി വൺ വൺ എക്സെട്ര സി വൺ എൻ സി എൻ വൺ എക്സെട്ര സി എൻ എൻ ആണ്. അതിൽ ഐ ഐ എന്നുള്ള സമയത്തൊക്കെ സി വൺ വൺ സി ടു ടു സി ത്രീ ത്രീ ആ എൻട്രീസ് ഒക്കെ 1 ആണ്. ദാറ്റ് മീൻസ് എല്ലാ ഡയഗണൽ എലമെന്റ്സും ആരായിട്ട് മാറും? 1 ആയിട്ട് മാറും. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് സി ഈക്വൽ ടു ഐ ആണ്. സി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എ ബി ആയിരുന്നു. Therefore, എ ബി ഈക്വൽ ടു ഐ. എ ബി ഈക്വൽ ടു ഐ ആണ്. This will implies dit of AB equal to dit of I. And dit of I is given by 1. ഇനി dit of AB നെ ഡിറ്റിന്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് dit of AB can be written as dit A into dit B. And that is equal to 1. Since A and B have integer entries, dit of A and dit of B are integers. രണ്ട് ഇന്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് 1 കിട്ടണമെങ്കിൽ ഈ രണ്ടാല് ഒരു ഇന്റിജർ ഒന്നിക്കിലോ 1 അല്ലെങ്കിൽ -1 ആയിരിക്കണം. This will implies dit of A equal to plus or minus 1. dit A into dit B 1 ആണെന്ന് കിട്ടി. dit A ഇന്റിജർ എൻട്രി ആണ്, B ഇന്റിജർ എൻട്രി ആണ്. ഇന്റിജേഴ്സ് എൻട്രീസ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഇന്റിജേഴ്സ് എൻട്രീസ് ആയിരിക്കും. Therefore, ഈ രണ്ട് നമ്പേഴ്സും ഇന്റിജേഴ്സ് എൻട്രീസ് ആണ്. ഇന്റിജർ എൻട്രീസിന്റെ പ്രോഡക്റ്റ് 1 കിട്ടണമെങ്കിൽ രണ്ടാലൊരു ഇന്റിജർ പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം.
ഒന്ന് 1 മറ്റേത് 1 അല്ലെങ്കിൽ രണ്ടും -1 എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. Therefore det of A is equal to plus or minus 1. That means det of A is equal to plus or minus 1 means A is unimodular. So the proof of the direct part. We assumed there exists the set y1, y2, etc. yn is a basis. Then we have to prove that A is unimodular and we claimed A is unimodular. ഇനി നമുക്ക് കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് യൂണിമോഡുലർ ആണെന്ന് അസ്യൂം ചെയ്യണം, ഒരു ബേസിസ് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാനിങ് സെറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഗിവൺ സെറ്റ് യൂണിമോഡുലർ ആണെങ്കിൽ ആ സെറ്റ് ബേസിസ് ആണെന്നുള്ളതിന്റെ ക്ലെയിം ആയിരിക്കും. സോ വി അസ്യൂംഡ് കോൺവേഴ്സ്ലി A is equal to Aij is unimodular. A എന്നുള്ള മെട്രിക്സ് യൂണിമോഡുലർ ആണെന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് മീൻസ് det of A is equal to plus or minus 1. det of A plus or minus 1 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. det of A is not is equal to 0. det of A plus or minus 1 എന്ന് പറഞ്ഞാൽ det of A is non-zero. We are given a matrix A such that det of A is non-zero. What is the meaning of this expression? Det of A non-zero ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? This can be stated in another way. For any linear transformation T, there is a 1-1 correspondence between a matrix and a given linear transformation. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും ആ ലീനിയർ ട്രാൻസ്ഫോർമേഷനും എയും തമ്മിൽ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറയാം. അത് തമ്മിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മാട്രിക്സ് ഫൈൻഡ് ചെയ്യാം. അതേപോലെ ഒരു മാട്രിക്സ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഫൈൻഡ് ചെയ്യാം. Therefore, any statement in the terms of linear transformation that will be applicable to the matrices. And we have, if T is a linear transformation which is non-singular, then T maps every linearly independent set to linearly independent set. T എന്നുള്ളത് ഒരു നോൺ സിംഗുലർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്കാണ് T മാപ്പ് ചെയ്യാം. And we have A is a matrix such that det of A not equal to 0. That means A is non-singular. Therefore, this result can be applied to the matrix. That means the matrix maps linearly independent set to linearly independent set. Therefore, we are given x1, x2, etc. xn are linearly independent. That will imply y1, y2, etc. yn are linearly independent. Since we have the expression yi is equal to summation over j aij xj. x1, x2, etc. xn എന്നുള്ളത് ബേസിസ് ആണെന്ന് നമുക്കറിയാം. ഈ സെറ്റ് ബേസിസ് ആണ്. ഈ സെറ്റ് ബേസിസ് ആയതുകൊണ്ട് ബേസിസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ y1 എന്നുള്ള മാപ്പിംഗ് ഉണ്ടാക്കിയത്, y1, y2, etc. yn എന്നുള്ള എലിമെന്റ്സ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ സെറ്റ്, ഈ മാപ്പിംഗ് സമ്മേഷൻ ഓവർ ജെ എ ഐ ജെ എക്സ് ജെ, ഇതൊരു മാപ്പിംഗ് ആണ്. എ എന്നുള്ള മാട്രിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ x1, x2, etc. xnൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് y1, y2, etc. yn കിട്ടുന്നത്. എ നോൺ സിംഗുലർ ആണ്. നോൺ സിംഗുലർ ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യും. Therefore, y1, y2, etc. yn will be linearly independent. ഇനി നമുക്ക് നോക്കേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി y1, y2, etc. yn. ഇനി y1, y2, etc. yn ജനറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് സ്പാൻ ചെയ്യുന്നുണ്ടെന്നും കൂടി കാണിച്ചാൽ നമ്മുടെ കോൺവേഴ്സ് പാർട്ടിന്റെ പ്രൂഫും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത് y1, y2, etc. yn ജനറേറ്റ് ചെയ്യും, സ്പാൻ ചെയ്യുന്നും കൂടി പറയാണ് വേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻവേഴ്സ് കാണാനുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യണം. എ ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ബൈ 1 by det of A into A
transpose. That means adj A. This notation means adjoint of A. And we have det of A is plus or minus 1. Therefore, this can be written as A inverse is equal to plus or minus adjoint of A. This will implies A inverse has integer entries. കാരണം എന്താണ്? A adjoint A. A എന്നുള്ള മാട്രിക്സിന്റെ പ്രത്യേകത അതിലുള്ള എൻട്രീസ് AIJ ഇന്റിജേഴ്സ് ആണ്. ഒരു മാട്രിക്സ് തന്നു, അതിലെ എൻട്രീസ് ഇന്റിജേഴ്സ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന അഡ്ജ് എയിലെ എൻട്രീസും ഇന്റിജേഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ അഡ്ജ് എയിലെ എൻട്രീസിനെ പ്ലസ് ഓർ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇന്റിജർ ആണെങ്കിൽ അതിന്റെ സൈൻ ഇന്റർചേഞ്ച് ചെയ്യുള്ളൂ, ഇന്റിജർ പ്രോപ്പർട്ടി നഷ്ടപ്പെടൂല. Therefore, A inverse also have integer entries. നമ്മൾ ആ A inverse എന്നുള്ള സെറ്റിനെ ഒരു നൊട്ടേഷൻ വിളിച്ചിട്ട് അയാളെ നമ്മൾ സം B എന്ന് വിളിക്കുകയാണ്. A inverse is denoted by sum B, which is Bij. And we have Yi is equal to summation over J Aij Xj. നമുക്ക് y1, y2, etc. yn ഒക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഗിവൺ ആയിട്ടുള്ള റിലേഷൻ. സമ്മേഷൻ ഓവർ J Aij Xj ഈക്വൽ ആണ് yi. നമ്മൾ A എന്നുള്ള മാട്രിക്സ് എടുക്കുക. ആ മാട്രിക്സിനെ x1, x2, etc. xn എന്നുള്ള എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. A എന്നുള്ള മാട്രിക്സ് ആരാണ്? A11, A12, etc. A1n, etc. an1, an2, etc. ann. ഇതിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് A11 x1, A12 x2, etc. A1n xn കിട്ടും. അതായത് ഈ എക്സ്പാൻഷനിലെ ഫസ്റ്റ് എലമെന്റ് അയാളാണ് നമ്മുടെ y1. ഇനി ഈ മാട്രിക്സിലെ jth റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഫ് യു മൾട്ടിപ്ലൈയിങ് ദ jth റോ ആൻഡ് ദിസ് കോളം, jth റോ എന്ന് പറയുന്ന സമയത്ത് aj1 വരും, aj2 എക്സെട്ര, സോറി jth റോ അല്ല ith റോ വരുന്ന സമയത്ത് ai1, ai2 എക്സെട്ര ain വരും. ith റോവും ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് aij x1, ai1 x1, i1 x1, ai2 x2 plus etc. plus ain xn എഴുതാം. ith റോയും ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് സമേഷൻ ടേമിൽ എഴുതുകയാണെങ്കിൽ i ഫിക്സഡ് ആണ്, n ആണ് വേരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് aij xj, j വേരിയിങ് ഓവർ 1 to n. ഇതാണ് നമ്മുടെ ith റോയും jth കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള എലിമെന്റ്സ് which is given by yi. Therefore, this can be expressed as a equal to y1 etc. yn. The raw matrix y1, y2 etc. yn. A എന്നുള്ള മാട്രിക്സും ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു n/n മാട്രിക്സും n/1 കോളം മാട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു n/1 കോളം മാട്രിക്സ് കിട്ടും. ആ കോളം മാട്രിക്സിനെ നമ്മൾ റോ ഫോർമാറ്റിൽ എഴുതി y1, y2 എക്സെട്ര, സോറി ഒരു 1 കോളം n/n മാട്രിക്സ്, n rows, 1 column. Therefore, if we multiplying, we have a column matrix that is expressed in raw format, which is given by y1, y2 etc. yn. ഈ ഒരു മാട്രിക്സും ഈ കോളം മാട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് yj എന്നുള്ള എൻട്രീസ് പറഞ്ഞു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y1, y2 etc. yn എന്നുള്ള ബാക്കി എൻട്രീസും ഡിനോട്ട് ചെയ്തു. ആൻഡ് if we multiplying A inverse on both sides of this equation, we will have A inverse into this matrix y1 etc. yn equal to A inverse A into x1, x2 etc. xn. This will imply
A inverse is given by B. നമ്മൾ A inverse നെ B വെച്ചിട്ടാണ് denote ചെയ്തത്. And A inverse into A is given by I. Therefore, the remaining term is x1, x2, etc. xn. Therefore, we have B into y1, y2, etc. yn is equal to x1, x2, etc. xn. നമ്മൾ B എന്നുള്ള മാട്രിക്സിനെ Bij വെച്ച് ഡിനോട്ട് ചെയ്താൽ B11, B12, etc. B1n, Bn1, Bn2, etc. Bnn ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇൻറ്റു ഇതിനെ നമുക്ക് റോ ഫോർമാറ്റിൽ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇവിടെ ട്രാൻസ്പോസ് കോളം മാട്രിക്സ് ആയിരുന്നു കിട്ടിയത്. അതിന് റോ ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് ഒരു ട്രാൻസ്പോസ് എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുത്തു. ഇതിനെ ട്രാൻസ്പോസ് ഒഴിവാക്കിയിട്ട് എഴുതുന്ന സമയത്ത് കോളം മാട്രിക്സ് ആക്കിയിട്ട് എഴുതാം y1 etc. yn that is equal to x1, x2, etc. xn. ഇതിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് b11 y1 plus b12 y2 plus etc. b1n yn equal to x1 എഴുതാം. അങ്ങനെയാണെങ്കിൽ ith റോയും ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് bi1 y1 plus bi2 y2 plus etc. bin yn is equal to xi എഴുതാം. Therefore, xi എന്നുള്ള ടേമിനെ ഈ ഒരു സമ്മിൽ എഴുതുകയാണെങ്കിൽ xi equal to summation over j bij yj എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. Therefore, we can express xi equal to summation over j bij xj. And what this means? The set y1, y2, etc. yn generates the set x1, x2, etc. xn. ഏത് xiനും നമുക്ക് here which is yj. ഏത് xiനും നമുക്ക് yjകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. That means y1, y2, etc. yn എന്നുള്ള സെറ്റ് എടുത്താൽ ആ സെറ്റ് x1, x2, etc. xn എന്നുള്ള സെറ്റിനെ ജനറേറ്റ് ചെയ്യും. ഈ സെറ്റ് ആരാണെന്നാണ് ഗിവൺ? is a basis. Therefore, the set y1, y2, etc. y2 generates a set which is a basis for g. ജിക്കുള്ള ഒരു ബേസിസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇയാള് ജിന്റെ ബേസിസ് ആണെന്ന് പറഞ്ഞാൽ ഇയാള് ജിനെ ജനറേറ്റ് ചെയ്യും. അപ്പൊ y1, y2, etc. yn ഉപയോഗിച്ചിട്ട് നമുക്ക് x1, x2, etc. xn എന്നുള്ള എലിമെന്റ്സ് ഉണ്ടാക്കാം. ആ എലിമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജിയിലുള്ള എല്ലാവരെയും ഉണ്ടാക്കാം. therefore നമുക്ക് ജിയിലുള്ള ഏതൊരു എലിമെന്റിനെ ജനറേറ്റ് ചെയ്യാനും ആര് മതി? y1, y2, etc. yn മതി. that is y1, y2, etc. yn generates the set g. ഓൾറെഡി നമ്മൾ y1, y2, etc. yn ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നും പ്രൂവ് ചെയ്തു. സോ y1, y2, etc. yn will form a basis for g if the matrix A is unimodular. And firstly we proved that if y1, y2, etc. yn forms a basis, then the matrix is unimodular. So നമ്മൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്തു. Okay, so we can conclude the proof of this lemma and we can meet in the next videos. Thank you.